ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, നമ്മളൊരു പുതിയ നാട്ടിലേക്ക് വന്നിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല, കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരിക എന്ന് പറയുന്നത് നമ്മളെ മൊത്തത്തിലൊന്ന് പിടിച്ച് കുലുക്കുന്ന കാര്യമാണല്ലേ. അപ്പോൾ അത്രയും കുലുക്കിയ കാര്യത്തിനിടയിൽ എങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളതാണ് ഇവിടെ മുഖ്യമായ കാര്യം. അതെ, എന്തുകൊണ്ടാണ് ഇത്ര കൗതുകത്തോടെ ഇത്രയും പ്രയാസത്തിനിടയിലും വീഡിയോ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് ഇവിടുത്തെ NHS നിന്ന് ഫീൽ ചെയ്തത്. അപ്പം ഇതിനകത്ത് അങ്ങനെ ഫുള്ളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം എന്താണ് കാര്യം ഓക്കെയാണോ? പേടിയുണ്ടോ? ഇല്ല. വേദനയുണ്ടോ? ഇല്ല. എത്ര സ്റ്റിക്കർ കിട്ടി? 2. കയ്യിൽ വലിയ സ്റ്റിക്കറാണല്ലോ. പിന്നെയോ വേറെ എവിടേക്കാ കിട്ടിയേ? വാച്ചും കിട്ടിയോ? ഓ, ആരാ തന്നേ? ചേച്ചിയോ? ഓ, അങ്കിളില്ല? അങ്കിള് തന്നോ? അങ്കിൾ ഒരു അങ്കിള് വന്നില്ലേ, ഒരു കുഞ്ഞി അച്ചാച്ചൻ? എന്തിനാ ഇവിടെ വന്നേ? എന്തിനാ ഇങ്ങനെ ആശുപത്രി വന്ന് കിടക്കുന്നേ? കാറിലാണോ വന്നേ? എന്തിനാ വന്നേ? എന്തിനാ വന്നേന്ന് പറ. ചേച്ചി കാറിൽ ഇവിടെ കൊണ്ട് വിട്ടു. എന്തിനാ വിട്ടേ? എന്തിനാ? വാവയ്ക്ക് വയ്യാത്തോണ്ടാണോ? എന്താ വയ്യാത്തേ? എന്താ വയ്യാത്തേ? ഓ, എന്താ പറ്റിയ അവിടെ? അപ്പിയിട്ടപ്പോ എന്താ പറ്റിയേ? ചോള വന്നോ? ഓ, ഇപ്പൊ പോയോ? പോയി. ഇപ്പൊ അപ്പിയിട്ടപ്പോ വന്നില്ലല്ലോ. ഇപ്പൊ എന്താ കഴിക്കുന്നേ? വായിലെന്താ? ഓറഞ്ച്. ഇവിടെ കളിക്കാൻ കുറെ സാധനം ഉണ്ടോ? ഈ ആശുപത്രി ഇഷ്ടായോ? സൂപ്പറാ. ഓ, ഇവ എന്തി? എവിടെ? അക്കു ടാറ്റ പോയി. ഓക്കെ. ഇഞ്ചക്ഷൻ വെക്കണോ? ഇഞ്ചക്ഷൻ വെക്കണോ? ഓ, പേടിയില്ല? ഇവ കരയോ? കരയില്ലെന്ന് പറ. ഞാൻ കരയില്ല. ഇവ കരയോ? ആണോ? ഓ, ഇവയ്ക്ക് പേടിയില്ല. ഗുഡ്. മിടിക്കുകയാണല്ലോ. ആരാ പറഞ്ഞ കരയരുതെന്ന്? സ്വന്തമായിട്ട് പറഞ്ഞോ കരയില്ലെന്ന്? ആഹാ, നല്ല കുഞ്ഞാണല്ലോ. ഈ ഉടുപ്പ് എവിടുന്നാ? ആര് മേടിച്ചു തന്നതാ? അമ്മ മേടിച്ചു തന്നാണോ? ഓ, ഇഷ്ടായോ? നൈസ്. ഓ, ഞാൻ കരയില്ല. അക്കു കരയോ? വിശക്കുന്നുണ്ടോ? 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 കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? ചോറ് വേണോ? ചോറിന്റെ കറി എന്താ വേണ്ടി? ഓ, മീമി വേണോ? തരാട്ടോ. അപ്പം മോള് പറഞ്ഞതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. അതെ, അവൾക്ക് തീരെ പേടിയൊന്നുമില്ല. അവൾ വളരെ ഹാപ്പി ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ആശുപത്രിയിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും നമ്മളെ പെട്ടെന്ന് തന്നെ കൂളാക്കാനായിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ സഹായിച്ചു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ തോന്നിയൊരു കൗതുകത്തിലാണ് ഞാൻ ഈ വീഡിയോ കവർ ചെയ്തത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഇതിനിടയ്ക്ക് മെഡിക്കൽ പരമായിട്ട് ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നതും അവർ നമ്മളോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ മോൾക്ക് കൊടുത്തതായ മെഡിസിൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ഭാഗങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം, അതായത് നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവൾക്കൊരു കോൺസ്റ്റിപ്പേഷൻ സിവിയറായിട്ട് ബ്ലീഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അവിടെ വരുന്നത് നമ്മളൊരു ക്ലിനിക്കിൽ നിന്ന് എമർജൻസി ആയിട്ട് ആണ് വരുന്നത്. പക്ഷേ എമർജൻസിയിൽ വന്നെങ്കിലും ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ വേറൊരു ലോകമാണ് കാണാൻ പറ്റിയത്. ഒരുപാട് റൂംസ് കുട്ടികൾക്ക് വേണ്ടി
അതായത് പെഡിയാട്രിക് ഏരിയയാണ്. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. ഒട്ടും അവരെ ടെൻഷൻ അടിപ്പിക്കാതെ അവരെ വിഷമിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്നു. ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിന് നമ്മൾ ഒരുപാട് പോരായ്മകളൊക്കെ കണ്ടെത്തുമെങ്കിലും അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെയാണ്. നമ്മളുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് റിവീൽ ചെയ്യുന്നു. അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങൾക്കൊക്കെ നമ്മളെ തന്നെ വിടുന്നു. റിപ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ തരുന്നു. അപ്പം അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു രീതിയല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവർ നമ്മളിൽ നിന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ ഒരു ഡയഗ്നോസിസ് അവർ വളരെ രഹസ്യമായിട്ട് തന്നെ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് ഒരു പരിധി വരെ അവരത് നമ്മളുമായിട്ട് റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഡിസ്ചാർജിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യും, ഇന്നതാണ് കാര്യം എന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നു. അപ്പം അതുവരെ നമ്മൾക്കുണ്ടാകുന്നൊരു ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്നതുകൊണ്ടാവാം. എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അത്രയും പ്രഷർ അനുഭവിക്കുമ്പോഴും വളരെ കൂളായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് കുട്ടികൾ വളരെ ഹാപ്പിയാണ്. അവരൊട്ടും ടെൻസ്ഡ് അല്ല, അവർ വളരെ റിലാക്സ്ഡാണ്. അവരെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പല മുറികളിലായിട്ട് പല ക്രമത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റ് ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവരവിടെ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ കാര്യമാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തി. അധികം ഒന്നും ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു ദിവസത്തെ താമസത്തിന് ശേഷം അവിടെ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റി. വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ റിപ്പോർട്ട് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് അയച്ചു തരുമ്പോൾ അതിനകത്ത് ഇതുപോലെ സിവിയർ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാണ് ബ്ലീഡ് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അനുഭവിച്ച ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ചെറുതായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ NHSൻ്റെ ഉള്ളിലെ ചില നല്ല കൗതുകകരമായ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അത്ര വലിയ വീഡിയോ ഒന്നും അല്ല, പക്ഷേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല നല്ല കാഴ്ചകളായിട്ട് കാണാം. അതുവരെ ബായ്.